ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സയൻസ് ക്യൂസാണ്. അപ്പോൾ സയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് ക്യൂസിന് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് അറിയില്ല. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലൂടെയും നമ്മളൊന്ന് കവർ ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക, എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചു വെക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഓരോ വീഡിയോസും കാണുന്നതെങ്കിൽ മറക്കല്ലേ, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങൾ നോക്കാം. വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. ആരൊക്കെ ഹൈപ്പ് ചെയ്തു എന്നുള്ളതും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം അറിയാവോ? ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ഉത്തരം വരുന്നത് റിക്ടർ സ്കെയിൽ. ഓക്കെ ആണോ? ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റിക്ടർ സ്കെയിൽ. ഓക്കെ ആണേ. അടുത്ത ചോദ്യം, ശബ്ദങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? ശബ്ദങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം അക്വസ്റ്റിക്സ്. അപ്പോൾ ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അക്വസ്റ്റിക്സ് എന്നാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഊർജത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഊർജത്തിൻ്റെ യൂണിറ്റ് എന്താണ്? എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഉത്തരം പറയൂ. യെസ്, ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂൾ. എന്താണ്? ഊർജത്തിൻ്റെ യൂണിറ്റാണ് ജൂൾ. ഓക്കെ. അടുത്തത്, ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം എല്ലാവരും ഗസ് ചെയ്ത് നോക്കുക. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓക്കെയാണോ? ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. നിങ്ങൾ ഗസ് ചെയ്ത ഉത്തരം ശരിയാണല്ലോ അല്ലേ. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ചലനം അറിയപ്പെടുന്നത് എന്താണ്? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ചലനം അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഭ്രമണമാണ്. ഓക്കെ, സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ചലനം അറിയപ്പെടുന്നത് ഭ്രമണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കോളൂ. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് എന്താണ്? ചോദ്യം ശ്രദ്ധിക്കുക. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് എന്താണ്? ഉത്തരം നോക്കൂ. നോട്ടിക്കൽ മൈലാണ്. എന്താണ്? നോട്ടിക്കൽ മൈൽ. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ. ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം ഏതാണ്? വാഹനങ്ങളുടെ വേഗം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം സ്പീഡോമീറ്റർ. ഏതാണ്? സ്പീഡോമീറ്റർ. ഓർത്തു വെക്കാൻ ഒരു വിഷമവുമില്ല. വാഹനങ്ങളുടെ വേഗം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ. ഓക്കെ, അടുത്ത ചോദ്യം, ആറ്റം കണ്ടെത്തിയത് ആരാണ്? ആറ്റം കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ജോൺ ഡാൾട്ടൺ. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ്. ഇനി ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ജോൺ ഡാൾട്ടൺ ആണ്. അപ്പോൾ ആറ്റം കണ്ടെത്തിയ ജോൺ ഡാൾട്ടൺ ആണ് അറ്റോമിക സിദ്ധാന്തവും ആവിഷ്കരിച്ചത്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം റൂദർഫോർഡ്. എല്ലാവർക്കും അറിയായിരിക്കും. ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റൂദർഫോർഡാണ്. അപ്പോൾ അറിയാത്തവർ പഠിച്ചു വെക്കുക കേട്ടോ. ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പദാർത്ഥങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയൻ ആരാണ്? പദാർത്ഥങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയൻ ആരാണ്? ഉത്തരം കണാദ മുനിയാണ്. ആരാണ്? പദാർത്ഥങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയനാണ് കണാദ മുനി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് ആരാണ്?
ഉത്തരം വരുന്നത് പ്രഫുല്ല ചന്ദ്ര റേ. ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രഫുല്ല ചന്ദ്ര റേ. ഓക്കെ, അറിയാത്തവർ പഠിച്ചു വെക്കുക. ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് പ്രഫുല്ല ചന്ദ്ര റേ. അടുത്ത ചോദ്യം, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. ഉത്തരം ഹെൻറി മോസ്ലി. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെൻറി മോസ്ലി. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ആദ്യ മനുഷ്യനിർമ്മിത മൂലകം ഏതാണ്? ആദ്യ മനുഷ്യനിർമ്മിത മൂലകം ഏതാണ്? ഉത്തരം ടെക്നീഷ്യം. ആദ്യ മനുഷ്യനിർമ്മിത മൂലകമാണ് ടെക്നീഷ്യം. ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ആദ്യ മനുഷ്യനിർമ്മിത മൂലകമാണ് ടെക്നീഷ്യം. അടുത്ത ചോദ്യം നോക്കാം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. അടുത്ത ചോദ്യം നോക്കൂ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഉത്തരം ഓക്സിജൻ ആണ് കേട്ടോ. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജനും ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനുമാണ്. മാറിപ്പോരുത്, പഠിച്ചു വെക്കുക. അടുത്തത്, കോശങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? കോശങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം വരുന്നത് സൈറ്റോളജി. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സൈറ്റോളജി എന്നാണ്. അടുത്ത ചോദ്യം ഇതാണ്. പരമ്പരാഗത ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആര്? പരമ്പരാഗത ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം നോക്കൂ. മസനൊബു ഫുക്കുവോക്ക. പരമ്പരാഗത ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവാണ് മസനൊബു ഫുക്കുവോക്ക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ പാലുൽപാദനത്തിലുണ്ടായ വർധനവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യയിൽ പാലുൽപാദനത്തിലുണ്ടായ വർധനവ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ധവള വിപ്ലവം. ഇന്ത്യയിൽ പാലുൽപാദനത്തിലുണ്ടായ വർധനവ് അറിയപ്പെടുന്നത് ധവള വിപ്ലവം എന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം രാംഡിയോ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാംഡിയോ മിശ്ര. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രകൃതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ്? പ്രകൃതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ്? ഉത്തരം എന്താണ്? സൈലന്റ് സ്പ്രിംഗ്. റേച്ചൽ കഴ്സൺ എഴുതിയ സൈലന്റ് സ്പ്രിംഗ് ആണ് പ്രകൃതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം. ഒരുപാട് പ്രാവശ്യം ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി സംഘടന ഏതാണ്? ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി സംഘടന ഏതാണ്? ഉത്തരം വരുന്നത് ഗ്രീൻ പീസ്. 1971 രൂപീകൃതമായ ഗ്രീൻ പീസ് ആണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി സംഘടന. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടത് സയൻസ് ക്വിസാണ്, ശാസ്ത്ര ക്വിസാണ്. സയൻസ് ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ തന്നാലോ? എല്ലാവരും ഉത്തരം കമൻറ്റ് ചെയ്യണേ. ചോദ്യം നോക്കിക്കോളൂ. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രധാനപ്പെട്ട ചോദ്യമാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ. അല്ലാത്തവർ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. നമുക്ക് ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.